ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസമാണ്. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഐശ്വര്യമായിട്ട് പാലൊക്കെ കാച്ചിയിട്ട് പുതിയ വീട്ടിലെ ആദ്യത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ പാലൊക്കെ തിളച്ച് പൊങ്ങി വന്നു കേട്ടോ. താഴെ വീഴാൻ ഞാൻ അനുവദിച്ചില്ല. കാരണം വീണ്ടും ക്ലീൻ ചെയ്യേണ്ടത് ഞാൻ തന്നെയാണല്ലോ. ഇവിടെ എല്ലാവരും എഴുന്നേറ്റൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞാൻ കൊണ്ടുപോയി പാലൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരു ഉച്ച ഒരു 11 മണി ആയപ്പോഴാണ് കഴിച്ചത് കേട്ടോ. കഴിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് നമ്മുടെ പഴയ വീട്ടിലേക്കാണ്. അവിടെ ഇനി കുറച്ചുകൂടെ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് നമ്മൾ കീ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇനി ബാത്റൂമൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും എങ്ങനെയായാലും സമയം പോകും. എത്ര ക്ലീൻ ചെയ്താലും നമുക്ക് എന്തോ ഒരു പോരാന്നൊരു ഫീലാണ്. വീണ്ടും ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെ മൊത്തത്തിൽ എല്ലാം ക്ലീൻ ചെയ്ത് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഓണറിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. നല്ലൊരു വീടായിരുന്നു. പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് മാറാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വീട് അവർ സെയിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവർ വിൽക്കാൻ പോകുന്നത് കൊണ്ടാണ് നമ്മളിവിടുന്ന് മാറുന്നത്. അതുകൊണ്ട് നമ്മളോടൊരു 3-4 മാസം മുമ്പേ പറഞ്ഞിരുന്നു ഓണർ, ഇങ്ങനെ വിൽക്കാൻ പ്ലാനുണ്ട്, നിങ്ങൾക്ക് നല്ല വീട് കിട്ടുമ്പോൾ നിങ്ങൾ മാറിക്കോ എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു 3-4 മാസത്തെ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഉള്ള വീട് കിട്ടിയത്. അങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 4 മണിയായി കേട്ടോ. പിന്നെ ഞാൻ ചോറും കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ വന്ന് പാസ്ത ഉണ്ടാക്കി. അതാകുമ്പോൾ എളുപ്പപ്പണിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും അത് മതിയെന്നും പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇത് അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഈ ഒരാഴ്ചത്തേക്കുള്ള ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പുതിയ വീട്ടിൽ വന്നിട്ട് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും വാങ്ങാഞ്ഞത്. അങ്ങനെ നമ്മളുടെ ഈ ആഴ്ചത്തേക്കുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഏട്ടൻ ദാണ്ടെ ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പുതുതായിട്ട് വീണ്ടും തുടങ്ങുന്ന ഒരു ഫീലിംഗാണ് കേട്ടോ. ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഇത് കണ്ണിൽ പെട്ടത്. ഈ ഒരു ട്രെയിന് നല്ല രീതിയിൽ ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വില നോക്കിയപ്പോൾ നല്ല അന്യായ റേറ്റ്. അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാളിൽ ഇപ്പോൾ ഒരു സാധനവും ഇല്ലല്ലോ. എല്ലാ സാധനങ്ങളും നമ്മൾ രാവിലെ തന്നെ എല്ലാം അടുക്കി പറക്കി വെച്ചു കേട്ടോ. കിച്ചണിലുള്ളതെല്ലാം അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചു. ഇനിയിപ്പം ബെഡ്റൂമിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഹാളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് ചെടിയൊക്കെ മേടിച്ചതൊക്കെ കൊണ്ടുപോയി വെച്ചു. സമ്മർ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഹാളിലേക്കും കിച്ചണിലേക്കും ഒക്കെ നല്ല വെയിലടിക്കുന്നുണ്ട്. രാവിലെ അരച്ച് വെച്ച മാവിനെടുത്ത് വെയിലത്ത് വെച്ചതാണ്, പെട്ടെന്നൊന്ന് പൊളിച്ച് കിട്ടാൻ വേണ്ടി. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഹാസ്റ്റലിലേക്ക് പോയത്. അങ്ങനെ മോര് കറിയും ബീൻസും എന്താണ് ക്യാരറ്റും ഇട്ട് തോരൻ. ഇതെന്താണെന്നറിയാമോ, ചക്കക്കുരുവിൻ്റെ പാടയാണ് കേട്ടോ. അത് ഉപ്പിട്ട് ഉണക്കി വെച്ചതാണ്. ഏട്ടൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ കൊടുത്തു വിട്ടതാണ്. ഇതിങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ വറുത്ത് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ ഉപ്പേരിയൊക്കെ കഴിക്കുന്ന പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഇത് വർഷക്കുട്ടിയുടെ ഭയങ്കര ഫേവറേറ്റാണ്. അവൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ വറുത്തത്. ഞാൻ പക്ഷേ കുറേശ്ശേ വറക്കാറുള്ളൂ. എല്ലാം കൂടെ എടുത്തെങ്കിൽ പെട്ടെന്ന് തീരും. വല്ലപ്പോഴും ഒക്കെ ചോദിക്കുമ്പോൾ വറുത്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ പിന്നെ ഹാളിലൊക്കെ നല്ല വെട്ടമാണ് കേട്ടോ. കിച്ചണിലും അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഇപ്പോൾ ഒന്നാമത് സമ്മറും കൂടെ ആണ്. അതുകൊണ്ട് തന്നെ ഹാളിലോട്ടൊക്കെ നല്ല വെയിലടിച്ച് വരും. വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ഈ സോഫയിലൊന്നും ഇരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ല വെയിലടിക്കും. ഇടയ്ക്ക് മഴയും പെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വെയിലടിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് തുണി ഉണങ്ങാനിടും. അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. വീട് ഇങ്ങനെ മാറാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഓരോ വീട് പോയി നമ്മൾ കാണുമല്ലോ. കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കിച്ചണിൽ പോയി നോക്കിയത് ഡിഷ് വാഷർ ഉണ്ടോ എന്നാണ് കേട്ടോ. പല വീടുകളിലും അത് ഇല്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ വീടൊന്നും കിട്ടുകയും ചെയ്തില്ല. എന്തായാലും ഇവിടെ പക്ഷേ ഡിഷ് വാഷർ ഉണ്ട് കേട്ടോ. ഇത് ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കത് ഭയങ്കര കൺവീനിയൻ്റ് ആവും. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പപ്പണിയാണ്. നമ്മുടെ ജോലികളൊക്കെ കുറച്ച് പെട്ടെന്ന് തീരും. ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് നമ്മൾ പാത്രം കഴുകാനാണല്ലോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് ആയതുകൊണ്ട് എന്തായാലും കുറച്ചൊക്കെ നമുക്ക് കഴുകേണ്ടി വരും. നമ്മുടെ കുക്കറും അതുപോലെ തന്നെ വലിയ വലിയ പാത്രങ്ങളും ചട്ടികളും അതൊക്കെ. അല്ലാത്ത പാത്രങ്ങളെ കാണുമല്ലോ ഇഷ്ടം പോലെ. അത് കഴുകി കിട്ടുമ്പോഴേ നമുക്ക് പകുതി ആശ്വാസമാവും. പിന്നെ ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു 2 ആഴ്ചത്തോളം നമുക്ക് വൈഫൈ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടൊക്കെ കൂടിയാണ് എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ പറ്റാതായത്. മൊബൈൽ ഡാറ്റയിൽ അത്ര മാത്രം അങ്ങോട്ട് അപ്ലോഡ് ആവുന്നുമില്ലായിരുന്നു. പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയാണ് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തത്. ഇടയ്ക്ക് ഓഫീസിലും പോവും. അങ്ങനെയൊക്കെയായിരുന്നു. വിഷുവിൻ്റെയൊക്കെ അടുപ്പിച്ച് വാങ്ങിയതാണ് കേട്ടോ ഈ മാങ്ങ. ഇവിടെ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. ഇത് കേസറാണ്. ഇതൊക്കെ പ്രീ ബുക്കിംഗ് ആണ് മാങ്ങ എല്ലാം. ഇത് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല. പക്ഷേ എന്തായാലും നമ്മൾ അവിടെ പോയ സമയത്ത് നമുക്ക് കിട്ടി.
ഇവിടെ പിന്നെ എല്ലാവരും മാങ്ങ കൊതിച്ചന്മാരും മാങ്ങ കൊതിച്ചുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എത്ര കിട്ടിയാലും ആർക്കും മതിയാവത്തില്ല. ഞാൻ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് ഞാൻ തൊലിയൊക്കെ ചെത്തി എല്ലാവർക്കും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വിഷുവിൻ്റെ സമയത്ത് വാങ്ങിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു കണി വെക്കാൻ വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിഷു സദ്യക്ക് ഈ പ്രാവശ്യം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഓരോരുത്തരും ഓരോരോ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകും. അപ്പം ഞാൻ വിചാരിച്ചു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതിനും കൂടെ ചേർത്തിട്ടാണ് മാമ്പഴം വാങ്ങിയത്. നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. നമ്മളിവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇവർക്ക് സ്കൂളുണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച സ്കൂളിൽ പോയി. ആ സമയത്ത് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്ക് ഒരു 2 ആഴ്ചയോളം ഈസ്റ്റർ ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പം 3 പേരും കൂടെ നേരെ ഇപ്പോൾ അവന്യൂവിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ അവന്യൂവിൽ പോകണമെങ്കിൽ ബസ് വേണം. നടക്കാൻ വേണമെങ്കിൽ പറ്റും. പക്ഷേ ഏകദേശം ഒരു 10-20 മിനിറ്റോളം നടക്കേണ്ടി വരും. ഇവർക്ക് പിന്നെ ബസ്സിന് വന്നാൽ മതിയെന്ന് ഒരേ വാശി. അപ്പോൾ പിന്നെ അങ്ങനെ ബസ്സിന് വന്നത്. വിമാൻകുട്ടിയെ കൊണ്ട് ലൈബ്രറിയിൽ എത്തിയിട്ട് ഞാനും വർഷക്കുട്ടിയും കൂടെ നേരെ പോയത് എൻ്റെ ഐബ്രോ ത്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ ഇതുപോലെ ബ്യൂട്ടി പാർലറിലൊക്കെ വന്നിട്ട് ത്രെഡൊക്കെ ചെയ്യുന്നത്. ഇവിടെ ത്രെഡിങ്ങും അതുപോലെ തന്നെ വാക്സ് വെച്ചും ചെയ്യും കേട്ടോ. ഞാൻ ത്രെഡിങ് ചോദിച്ചപ്പോൾ ഇവിടെ അവർ ചെയ്തില്ല. അവർ പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വാക്സിങ് ചെയ്യുവാണെങ്കിലാണ് കുറച്ചുകൂടെ ഷേപ്പ് കിട്ടുക എന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൺവീനിയൻ്റ് അതായതുകൊണ്ട് അവരതാണ് ചെയ്തത് കേട്ടോ. നേരത്തെ ഞാൻ വാക്സ് വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയാമായിരുന്നു എന്തായാലും നന്നായിട്ട് തന്നെ വരുമെന്ന്. നീറ്റായിട്ട് തന്നെ ചെയ്തു തന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ ആഫ്റ്റയിൽ പോയി ടിഷ്യൂ പേപ്പറൊക്കെ കാണാമായിരുന്നു അതൊക്കെ വാങ്ങി. എന്നിട്ട് വർഷി പോയി വിമാനെ വിളിക്കാൻ വേണ്ടി പോയതാണ് ലൈബ്രറിയിൽ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ ഐബ്രോസിനെ നോക്കുകയാണ് എങ്ങനെ ഉണ്ട് കൊള്ളാമോ എന്നൊക്കെ. കുറേ നാളായല്ലോ ചെയ്തിട്ട്. ഇവർക്ക് 2 പേർക്കും കോസ്റ്റീന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കാർഡ് എടുക്കില്ല, ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ എന്ന്. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ വീണ്ടും ഗ്രേക്സിലെത്തി. കാരണം എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, കാർഡ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ലൈബ്രറിയിലെത്തി. എന്തായാലും ബസ് വരാൻ കുറച്ച് ടൈമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത്രയും നേരം പോയി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നതിന് പകരം ലൈബ്രറിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ലൈബ്രറിയിലിരുന്ന് ഇവിടെ ഇല്ലാത്ത ബുക്കൊക്കെ വർഷക്കുട്ടി ഇഷ്ടപ്പെട്ടതൊക്കെ പോയിട്ട് ലൈബ്രറീൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് വരുത്തിച്ച് കൊടുക്കും. അങ്ങനെ കുറേ ബുക്കൊക്കെ ഇങ്ങനെ വരുത്തിച്ച് വായിച്ചിട്ടുണ്ട്. പിന്നെ ഇവരോട് ബുക്ക് എടുക്കാൻ പറയുമ്പോൾ ഇവർ 1 2 ബുക്കൊക്കെ എടുക്കത്തുള്ളൂ. പ്രത്യേകിച്ച് വിമാൻ 1 2 ബുക്ക് എടുക്കത്തുള്ളൂ. വീട്ടിൽ വന്നതിന് ശേഷം 2 ദിവസത്തെ ബുക്ക് വായിച്ചതിന് ശേഷം പറയും എൻ്റെ ബുക്ക് തീർന്നെന്ന്. എന്നാൽ വരുമ്പോൾ കുറച്ചേറെ എടുത്തിട്ട് പാടാമെന്ന് പറഞ്ഞാൽ അതും കേൾക്കില്ല. അവന് ഇഷ്ടപ്പെട്ട ബുക്കൊന്നും ഇല്ലെന്നാണ് അവൻ പറയുന്നത്. ഇപ്രാവശ്യം എന്തൊക്കെയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അതൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇപ്പം പിന്നെ സ്പ്രിംഗ് സീസണായിട്ട് എവിടെ നോക്കിയാലും ചെടികളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെയാണ്. മരങ്ങളിലൊക്കെ ഇനി ഇലയൊക്കെ വരാനുണ്ട് കേട്ടോ. വന്ന് കയറിയപ്പോൾ തന്നെ 2 പേരും ബുക്കെടുത്ത് വായന തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡീഹ്യൂമിഡിഫയർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. മെയിനായിട്ട് ഇത് ഓർഡർ ചെയ്യാൻ കാരണം എൻ്റെ തുണി ഉണങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഡ്രയർ ഇല്ല. ഇവിടെ വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളൂ. പഴയ വീട്ടിൽ വാഷിംഗ് മെഷീൻ മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ടൈമിലാണ് ഇത് കുറച്ചുകൂടെ യൂസ് ആവണേ. ഇപ്പം ഞാൻ പിന്നെ എന്തോ എനിക്കിവിടെ വന്നതിന് ശേഷം കുറച്ച് മൂക്കടപ്പുണ്ടായിരുന്നു. അപ്പം ഈർപ്പത്തിൻ്റെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ ഡീഹ്യൂമിഡിഫയർ വാങ്ങിയത്. തുണി ഉണങ്ങാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എന്തായാലും തണുപ്പ് സമയത്ത് നമുക്ക് നല്ല ഉപകാരമാവും. പിന്നെ വിൻ്റർ സമയത്ത് മുറിക്കകത്തൊക്കെ നല്ല ഈർപ്പം തങ്ങി നിൽക്കും. അതുപോലെ തന്നെ ഫംഗസൊക്കെ വരും. ഇങ്ങനെ പൂപ്പലൊക്കെ വരും ഒരുമാതിരി കറുത്ത കളറിൽ. അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ ഈ ഡീഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക.